സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ പരിപാടി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് ആദ്യം ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടല്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്വഭാവ ഗുണം കാണിക്കുന്നത്. തെറ്റായിരിക്കാം, കാരണം അവർക്കറിയാം കണ്ടന്റ് കണ്ട കുശുമ്പ് വരുന്നുണ്ട്, അസൂയ വരുന്നുണ്ട്, അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോൾ ശൈത്യയുടെ മുഖഭാവം ഇതാണ് എന്നുള്ളൊരു അതവർക്ക് തോന്നി. അത് നല്ല രീതിയിൽ റീച്ച് കിട്ടും തോന്നിയപ്പോൾ അത് അനുമോൾ കപ്പ് പൊക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസിങ് ശൈത്യയുടെ മുഖം, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മുഖം അവർ ഫോക്കസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെയാണ് ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നടക്കാൻ പാകത്തിനുള്ള ആൾക്കാരെ തന്നെയായിരിക്കും ബിഗ് ബോസ് കൊണ്ടുവരിക. പിന്നെ ഒരുപാട് മുഖങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മുഖങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ അവരെ ആരും നിസ്സാരമാക്കി കാണണ്ട. അപ്പോൾ പാക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ശാരികയുടെയും നമ്മുടെ ശൈത്യയുടെയും ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ കണ്ട ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ നടത്തുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തിയെന്നുള്ളത് നമുക്കൊക്കെ ഏകദേശം മനസ്സിലായി. വേറെ ഒന്നുമല്ലെന്നേ, വെള്ളഭൂഷണം ഇപ്പോൾ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവർ ശൈത്യ, ബിൻസി, ബിന്നി ഇവരൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതെന്താണെന്നറിയോ? ഇവരൊക്കെ ഒരു സമയത്ത് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ, എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് ഇവരുടെ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാണ്ട് ഇവർ പറഞ്ഞു നടന്നത് എങ്ങനെയാണ്, ഞങ്ങൾ വെച്ച് നിങ്ങൾ അരിമേടിക്കുന്നു, അവരാണ് എല്ലാവരുടെയും കുടുംബം നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെന്നറിയോ, എല്ലാവരും കൂടി എടുത്ത് ഇവരെ അങ്ങോട്ട് താഴെ ഇട്ടു. ആരും മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ എന്താ, ഇവർക്ക് പ്രത്യേകിച്ച് റീച്ചിന് വേണ്ടിയിട്ട് ഒന്നുമില്ല ചെയ്യാൻ. അവസാനം എന്താ ഇപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ, സുഹൃത്തിന് ഇങ്ങനെ ഒരു ചാനലുള്ളത് നല്ലതാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാം. സുഹൃത്തിന് ഒരു വീഡിയോ കണ്ടൻറ്റും ആകും, നിങ്ങൾക്ക് വെള്ളപൂശുള്ളൊരു അവസരമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ പേര് എനിക്ക് അയച്ചു തന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് വന്നത്. സാധാരണ ശൈത്യയുടെ ആണെങ്കിലും ബിൻസിയുടെ ആണെങ്കിലും കണ്ടൻറ്റുകൾ ചെയ്യാൻ പൊതുവേ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ, നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ ശൈത്യ പറഞ്ഞ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് എന്നുള്ളത് ഇന്നലത്തെ ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വെള്ളപൂശൊന്നും അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയ ഓരോ തോന്നിവാസങ്ങൾ എല്ലാം വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ്. ഞാൻ ശരിക്കും ഒരു പാവമാണ്, യഥാർത്ഥത്തിൽ നടന്നത് അങ്ങനെയല്ല. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണ്, അവിടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ പുറത്ത് വന്നേക്കുന്നത്. ശരിയായിരിക്കാം, ഒരു ഷോ എന്ന് പറയുന്നത് എന്ത് റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും അത് സ്ക്രിപ്റ്റഡ് ആണ്. ഒരു സ്ക്രിപ്റ്റ് ആ ഷോയിലെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എല്ലാ ഷോയ്ക്കും ഉണ്ടാകും. പക്ഷേ ആ സ്ക്രിപ്റ്റിൽ ബിഗ് ബോസ് ടീമും അല്ല ഇങ്ങനെ ഒരു റോള് നിർണ്ണയിക്കുന്നത്. അത് നമ്മുടെ റോള് നമ്മളാണ് നിർണ്ണയിക്കുന്നത്. നമ്മൾ വില്ലത്തിയാവണോ നായികയാവണോ നായകനാവണോ എന്ന് തീരുമാനിച്ച് അവിടെ പോയി കളിക്കേണ്ടത്. വില്ലത്തിയാകാൻ നിന്നിട്ടുണ്ടെങ്കിൽ വില്ലത്തിയാകും, അത് ബിഗ് ബോസ് എടുത്ത് അത് പുറത്തിടും. അങ്ങനെ വില്ലത്തിയായി വന്ന ഒരുത്തിയാണ് കഴിഞ്ഞ ദിവസം ചാനലിന് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര പാവമാണ്, ബിഗ് ബോസ് എന്നെ വിളിച്ചു കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ഒരു ഇതിൽ പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് വെച്ചേക്കാം, അതൊന്ന് കണ്ടു നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു വീഡിയോയിൽ കയറി നോക്കി എന്തൊക്കെ കമൻറ്റുകളാവുന്ന. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷൻ മാത്രമല്ല കേട്ടോ, ആ ഒരു വീഡിയോയുടെ അണ്ടറിലുള്ള കമൻറ്റുകളും അത്തരത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. നമുക്ക് ഓരോരോ കമൻറ്റുകൾ 1 by 1 ആയിട്ട് എടുക്കാം. ഇവരിതിൻ്റെ ഷോർട്സ് ഒക്കെ ഇറക്കുന്നുണ്ട്, അതിൻ്റെ അണ്ടറിലും ഇതുപോലെ തന്നെയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ പോയി തെറി പറയും, ഇവർ പോയി ചീത്ത പറയുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റ് ഇട്ട ആളെ ഇവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വെള്ളം കുടിക്കാതെ വിഴുങ്ങി എല്ലാം ഓക്കെ, നിങ്ങൾ പറഞ്ഞാണ് ശരി, നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല, നമ്മളെ കണ്ണാലെ കണ്ടതൊന്നുമല്ല ശരി, നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കുറേ പേരുണ്ട് അവരൊന്നും അത്തരത്തിലല്ല കേട്ടോ. അവരുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും അത്തരത്തിലാണ്. നമുക്ക് ഓരോ കമൻറ്റുകളും 1 by 1 ആയിട്ട് എടുത്തൊന്ന് നോക്കിയാലോ. ഇതിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആട്ടോ, അത് പിഞ്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ കമന്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് കമന്റ് ആണ്. അതായത് അവരെ പോസിറ്റീവ് അടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് ആണ്. ഒരു ലേഡി ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് കേട്ടോ. ശൈത്യയെ അറിയുന്നവർക്കറിയാം അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും. അവൾക്ക് കള്ളത്തരം കാണിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാനോ അറിയില്ല. അതെന്താ ചേച്ചി അങ്ങനെ ഒരു ടോക്ക്? ഇപ്പുറത്ത് കയറി പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരെ കുറിച്ച്. ആ മരത്തിൻ്റെ കീഴിലുള്ള ആ ബെഡ്, അനുമോള് കിടന്ന ആ ബെഡില്ലേ, ആ ബെഡിൻ്റെ അണ്ടറിലിരുന്നിട്ട് എന്തൊക്കെയാണ് ശൈത്യ പറഞ്ഞത്. എന്നിട്ട് അത് ലാലേട്ടൻ ഒരു ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഇതൊക്കെ കാണിച്ചപ്പോൾ ഇപ്പുറത്ത് പോയിട്ട് ജിസേലിനോട് വേറെ പറയുന്നു. അതായത് ഇപ്പുറത്ത് വേറെ പറയുന്നു, അപ്പുറത്ത് പോയി വേറെ പറയുന്നു. ഓക്കെ, അതൊക്കെ ഗെയിമാണ്, പാർട്ട് ഓഫ് ദി ഗെയിം, മനസ്സിലാവും നമുക്ക്.
അത് കഴിഞ്ഞിട്ട് റീ എൻട്രിക്ക് നിങ്ങളെന്താ കാണിച്ചേ? റീ എൻട്രിക്ക് ഗെയിം ആയിരുന്നോ? അതൊക്കെ മറന്നുപോയോ ഈ കമൻ്റ് ഇട്ട ചേച്ചി? എന്തായാലും നമ്മുടെ കണ്ണാലെ കണ്ട കാര്യങ്ങൾ ഗെയിം ഏതാണെന്നും അല്ലെങ്കിൽ സ്വഭാവം എന്താണെന്നും തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഈ ബിഗ് ബോസ് കാണുന്ന മലയാളി പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ബാക്കിയുള്ള കമൻറ്റ് കൂടി നമുക്ക് കേൾക്കാം. നോക്കാം കേട്ടോ. മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാനോ അറിയില്ല. ഓക്കെ, ഷോ കാണിക്കാത്ത ഒരാളെ ഒരുപാട് കളിയാക്കലുകൾ അവളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാളോടും മുഖം മുഷിഞ്ഞ് സംസാരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഒച്ചോടാ ചേച്ചി കണ്ടിട്ടില്ല. എന്നപ്പോൾ ഒരു കാര്യം ചെയ്യും, 2024 അമൃത TV ഒരു ഷോ നടന്നിട്ടുണ്ട്. ആ ഷോയിൽ അമ്മയും മോളും കൂടി മത്സരിച്ചു. അവിടെ ജഡ്ജസ് ആയി നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികളായിരുന്നു. അത് ആങ്കർ ചെയ്തത് സ്വാസ്തിക അങ്ങനെയുള്ള ഒരു ഐഡിയായിരുന്നു സീരിയലിലേക്കുള്ള. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഉള്ള ആ ഷോയിൽ എനിക്ക് ലാൽ ജോസ് സാർ ഉണ്ടായിരുന്നു തോന്നുന്നു അന്ന് ജഡ്ജായിട്ട്, ഗസ്റ്റായിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. അപ്പോൾ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ മുന്നിൽ, ഇത്ര സെലിബ്രിറ്റികളുടെ മുന്നിൽ റെസ്പെക്റ്റും കൊടുക്കാതെ അവർക്കൊരു 5ാം സ്ഥാനം എന്തോ ആണ് ആ ഒരു ഷോയിൽ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയവരാണ് ഈ 2 പേര്. അപ്പോൾ ഒരാളോടും മുഖം മുഷിഞ്ഞ് സംസാരിക്കാറില്ലെന്ന് ഈ ചേച്ചി കണ്ടിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ കാണാത്ത ചേച്ചി ആ ഷോ പോയി ഒന്ന് കണ്ടാൽ മതി, അമൃത TV ഉണ്ടാകും. ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിലങ്ങനെ സെർച്ച് ചെയ്താലേ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ചേച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് ചെയ്തൊന്നും വെക്കാനൊന്നും പോകുന്നില്ല. ചേച്ചി വേണമെങ്കിൽ സെർച്ച് ചെയ്ത് 2024 ആ ഷോ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് 2016 മുതൽ അറിയാം, ഒരാളെ മോശം പറയുമ്പോൾ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പറയുക, വായിൽ തോന്നിയത് വിളിച്ചു കൂവരുത്, ചാനലുകളിൽ കണ്ടത് വെച്ച് വിലയിരുത്തരുത്, അവർ റേറ്റിംഗ് കൂട്ടാൻ പലതും കാണിക്കും. ശൈത്യ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിയാണ് ചാനൽ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ പലതരത്തിലുള്ള കണ്ടന്റുകളൊക്കെ ഇടും. കാരണം ഇത് കണ്ടന്റ് ഇടണം, ഇത് കണ്ടന്റ് ഇടണ്ട, ആരെ സേഫ് ആക്കണം, ആരെ സേഫ് ആക്കണ്ട, ആരുടെ മുഖംമൂടി വലിച്ചു കീറണം എന്നൊക്കെ തീരുമാനിക്കാനും കണ്ടന്റുകൾ കൊണ്ടുപോകാനും ഓരോ ഷോയ്ക്കും അറിയാം. അതേപോലെ തന്നെ ബിഗ് ബോസ് ഷോയ്ക്കും അറിയാമെന്നേ ആ കണ്ടന്റുകൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ ഇവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ? അതിലൊരു ഉത്തരം എന്താ? ശൈത്യ അവിടെ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടു. അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇത് പുറത്ത് വിട്ടതെന്ന് പറയുന്നു. അപ്പോൾ ആ കണ്ടന്റ് ഉണ്ടാക്കിയ ശൈത്യ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്തതാണോ? ആ കുട്ടിയെ ഒരാളോടും ദ്രോഹിക്കുന്ന ഒരാളല്ല, അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഇങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടതെന്താ? അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞ് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അത് പറയാന്നേ. ചുമ്മാ കിടന്നിട്ട് നമ്മൾ കണ്ടതെല്ലാം സത്യമല്ല എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടത് സത്യമല്ലെന്ന് പറയാം, ശരി, നമുക്ക് വിശ്വസിക്കാം. മറ്റൊരാൾ പറഞ്ഞ് കേട്ടത് നുണയുണ്ടാവാം. പക്ഷെ നമ്മൾ കണ്ണാലെ കണ്ട കാര്യം സത്യമല്ലെന്നൊക്കെ പറയുമ്പോൾ അതെവിടുത്തെ ന്യായം? എന്തായാലും ആ കമൻറ്റിന് താഴെ ഒരുപാട് കമൻറ്റുകൾ ഓരോരുത്തർ ഇത് കണ്ടു നിന്ന പ്രേക്ഷകർ ഒരുപാട് ഇത് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ്, ആദ്യത്തെ കുത്തിത്തിരിപ്പൊക്കെ പോകട്ടെ, പക്ഷേ റീ എൻട്രിക്ക് ശേഷം വന്ന ആദിലയും നൂറയോടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതിലൊരാളെങ്കിലും ടോപ്പ് 5-ൽ വരാൻ സാധ്യതയുണ്ടായിരുന്നു, അതും നശിപ്പിച്ച്. സത്യം കേട്ടോ, ആദില നൂറ ആ 2 പേരിൽ ഒരാൾ ടോപ്പ് 5-ൽ ഉണ്ടായാനായിരുന്നു. എന്നിട്ട് അതും കൊണ്ടുപോയി നശിപ്പിച്ചു. ആര്? ശൈത്യ. കുത്തിത്തിരിപ്പാണ്, സമ്മതിച്ചു. അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അനീഷിൻ്റെ അടുത്ത് കാണിച്ച കുശുമ്പ് പറഞ്ഞു കൊടുത്തും നമ്മൾ കണ്ടതാണ്. അല്ലാതെ ഞങ്ങൾ വീട്ടിൽ പോയി അളക്കാൻ പോയിട്ടില്ല. അതെ, നമ്മൾ ആരുടെ വീട്ടിൽ പോയി അവർ അങ്ങനെയാണോ ഇവരെ ഇങ്ങനെയാണോ എന്ന് നമ്മൾ അളക്കാൻ പോയിട്ടില്ല. സ്ക്രീനിൽ കണ്ട, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ ഷോയിൽ അവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് നമ്മൾ കണ്ട് ഒരാളെ വിലയിരുത്തിയതും അത് നമ്മളെപ്പോലുള്ള ഓരോരുത്തരൊന്ന് റിയാക്ട് ചെയ്തതും സാധാരണ പ്രേക്ഷകർ അത് കണ്ടിട്ട് അവരുടെ വിലയിരുത്തലുകൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നതും. പേഴ്സണലി നിങ്ങൾക്ക് അറിയാമായിരിക്കും, സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുന്നത് ബിഗ് ബോസ് കണ്ട പ്രകാരം വീട്ടിൽ പോയി കാണാൻ ഞങ്ങൾക്കും പറ്റത്തില്ല. പിന്നെ ആതിരയും നൂറയും ഇപ്പോൾ എവിടെയാണ്? ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ബിഗ് ബോസ് കഴിഞ്ഞ് 3 പേരെ ഒന്നിച്ച് കാണുന്നില്ലല്ലോ. അതെ, എന്താണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട്? ശൈത്യ അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നേക്ക്, കാരണം നിങ്ങൾ 2 പേരും ഒറ്റക്കായിരിക്കില്ലേ, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നീ എൻ്റെ വീട്ടിൽ നിൽക്ക് 2 ദിവസം. ലൈവിൽ നമ്മൾ കണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്ക്, എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. എൻ്റെ അച്ഛനമ്മയും പറഞ്ഞെന്താണെന്നറിയോ, എനിക്കിനി 3 മക്കളാണ്. ഇതൊക്കെ ഈ ശൈത്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് വീട്ടിൽ ലൈവിൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നേ. ബിഗ് ബോസ് അത് നമ്മൾ അങ്ങനെ കാണിക്കുകയും ചെയ്തു, നമ്മളത് കാണുകയും ചെയ്തു. എന്നിട്ട് ശൈത്യ എവിടെയാണ് നേരെ പോയത്? ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് നേരെ പോയത് കാശി രാമേശ്വരം. കാശിയാണോ പോയത്?
വാരണാസിയിലേക്കാണ് ശൈത്യ പോയത്. അപ്പോൾ ശൈത്യ വാരണാസി പോകണമെങ്കിൽ നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നേരത്തെ വീട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അതിലെടുത്ത് നൂറെടുത്ത് എന്തിനാണ് ആ ലൈവിൽ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം, വീട്ടിൽ താമസിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് എന്ന് ശൈത്യ എന്തിനാ പറഞ്ഞത്? മൊത്തം പ്ലാൻഡാണ് ഈ 2 പിള്ളേരെ കുരുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലെ നൂറ എന്ന് പറയുന്ന 2 വ്യക്തികളെ അനുമോൾക്കെതിരെ തിരിക്കാൻ വേണ്ടി കാട്ടിയ ഒരു ഗെയിമാണ് ശൈത്യ അത്. പക്ഷെ അത് ശൈത്യക്ക് തന്നെ വിനയായി. ആ 2 കുട്ടി അതിലേക്കും നൂറിക്കും ടോപ്പ് 5 നഷ്ടാവുകയും ചെയ്തു. ശൈത്യക്ക് പണിയും കിട്ടി. ലാസ്റ്റ് ഇതേപോലെ വന്ന് ഇപ്പോൾ വെള്ളം പൂശേണ്ട ഒരു അവസ്ഥ എത്തി. റീ എൻട്രിക്ക് വന്നപ്പോഴെങ്കിലും മര്യാദക്ക് അവിടെ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? തനിക്ക് കിട്ടിയോല്ല, മറ്റുള്ളവർക്ക് കിട്ടാനും പാടില്ല, എന്തോ പറയുമല്ലോ. പശുവൊട്ട് പുല്ല് തിന്നു, പശുവല്ലല്ലോ, പശു പുല്ല് തിന്നുമല്ലോ. പട്ടിയൊട്ട് പുല്ല് തിന്നുകയല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറയില്ലേ, അതേപോലെയായിരുന്നു ഇത്. ശൈത്യയുടെ PR നല്ല കുട്ടിയായിരിക്കാം, അടുത്ത കമൻ്റാണ്, നല്ല കുട്ടിയായിരിക്കാം, പക്ഷെ ഷോയിൽ കാട്ടിക്കൂട്ടിയത് വളരെ മോശമായിട്ടാണ്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും, ഡെഫിനറ്റ്ലി നമുക്കറിയാലോ. നല്ല കുട്ടിയൊക്കെ ആയിരിക്കാം, പക്ഷെ നമുക്ക് ഷോ കണ്ടല്ലോ വിലയിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് വീട്ടിൽ പോയിട്ട് ക്യാമറ വെച്ചിട്ട് ആ കുട്ടി നല്ലതാണ് കേട്ടോ, രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, അടുക്കളയിൽ കയറി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, അച്ഛനമ്മ നല്ലോണം നോക്കി, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് TV-യിൽ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ഷോയിൽ വന്നപ്പോൾ എന്താ കണ്ടേ, അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ഷോയിൽ വന്ന് ജനങ്ങൾ മൊത്തം കണ്ടതാണ്, അത് മാത്രം പോരെ. അടുത്തോ അങ്ങനെ മൊത്തത്തിൽ അവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകളാണ് കേട്ടോ. ഒരാൾ പോസ്റ്റ് വിട്ടപ്പോൾ അത് ഞങ്ങൾ വലിയ കാര്യത്തിൽ പിൻ ചെയ്ത് വെച്ച് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. വീണ്ടും ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്രണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ തമ്മിൽ തമാശക്ക് പറയുന്നു കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതാണോ ശൈത്യ നല്ല ഗുണങ്ങൾ? കട്ടപ്പ എത്ര വെളുപ്പിച്ചാലും കുട്ടപ്പനാകില്ല, കട്ടപ്പ തന്നെയാണ്. കമൻ്റാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്, അല്ലാണ്ട് ആരും ഇങ്ങനെ പറഞ്ഞതല്ലേ എന്നാണോ ആളുകൾ എടുത്ത് വിളിക്കുന്നത്. സാരമില്ല കുട്ടി, കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, ഒരു കുഴപ്പവുമില്ല, പോകുന്നിടത്തൊക്കെ പാരയും നെഗറ്റീവ് ആയി നടന്ന ഇങ്ങനെ ഇരിക്കും. സത്യം, പോകുന്നിടത്തൊക്കെ കട്ടപ്പാരയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ ഇപ്പോഴല്ലായിരുന്നു ആലോചിക്കേണ്ടത്, നേരത്തെ ആലോചിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ സീതാമേനോന്റെ പരിപാടിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ബിഗ് ബോസ് മാത്രമല്ല, ഇത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ പരിപാടി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടല്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്വഭാവ ഗുണം കാണിക്കുന്നത്. സീതാമേനോന്റെ ഒരു പരിപാടിയിൽ പോയപ്പോൾ ഇത് കാണിച്ചു, ബിഗ് ബോസിൽ ഇത് കാണിച്ചു, എന്നിട്ട് പറയാണ് ഇത് ശരിക്കും സ്വഭാവമല്ല, ബിഗ് ബോസ് ഷോയുടെ സ്ക്രിപ്റ്റ് ആണെന്ന്. ആ ഷോയിൽ നിന്ന് സമ്മാനം മേടിക്കേണ്ട 5ാമത്തെ പ്രൈസോ അതൊന്നും മേടിക്കേണ്ട ഇറങ്ങിപ്പോയത് സ്ക്രിപ്റ്റഡിലുള്ളതായിരുന്നോ? ബിഗ് ബോസ് ഷോയിൽ പോയിട്ട് പിന്നെ നിന്ന് കുത്തണം എന്നുള്ളത് ഷോയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നോ? എന്നാൽ പറ അത് അങ്ങനെയായിരുന്നു എന്ന്. വെള്ളം പൂശുമ്പോൾ 4 വശങ്ങളും ചിന്തിച്ചിട്ട് വേണ്ടേ ചെയ്യേണ്ടത്. ഇപ്പോൾ വലിയൊരു ചാനലുണ്ട്, കൂട്ടുകാരിക്ക് ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനലിൽ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ 4 വശത്തുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കില്ല. നിങ്ങൾ പറയുന്നതൊക്കെ വെള്ളം കുടിക്കാതെ വിഴുങ്ങുന്ന ജനങ്ങൾ ഇതേപോലെ ഇപ്പോഴും രാവും പകലും തിരിച്ചറിയാത്ത ജനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതാണല്ലോ ഇപ്പോൾ സപ്പോർട്ടിങ് കമൻറ്റ് വരുന്നത്. അല്ലാതെ കണ്ണാൽ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരോ ആരും ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ തന്ന ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു പോകുന്നതിന് എന്ത് റെസ്പെക്റ്റ് ആണ്? അതെ, അതൊക്കെ തന്നെ ഞാനും ചോദിക്കുന്നത്. ദൈവമേ, ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇവിടെ വായിച്ചു എടുക്കാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവം എടുത്ത് പറയേണ്ടതില്ലല്ലോ. സത്യം കേട്ടോ, ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് കുറേ പോയി, എന്തെങ്കിലും ഒരു പോസിറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ അത് വായിച്ച് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി. എവിടെ കിട്ടാൻ, ആകെ ഒരു പിൻ ചെയ്ത് വെച്ചൊരു കമൻറ്റ് മാത്രം ഉണ്ടായാലും പോസിറ്റീവായിട്ട്, ബാക്കിയൊക്കെ നെഗറ്റീവ്. എന്ത് പറയാനല്ലേ? നീ പാവമാണ്, നിന്നെ തന്നെ പറഞ്ഞാൽ മതി, ജനങ്ങൾക്കറിയാം. നീ തന്നെ പറഞ്ഞാൽ മതി, ജനങ്ങൾക്കറിയാം നീ ആരാണെന്ന്. ഡബിൾ കട്ട്. എന്തിനാ മോളെ നീ ഉരുണ്ട് കളിക്കുന്നേ? ആ ഫിനാലെ എപ്പിസോഡിൽ നല്ല വ്യക്തമായി കാണിക്കുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ നീ മാത്രം അങ്ങനെ ഇരുന്ന് അത് അങ്ങനെ എഡിറ്റിംഗ് ആകും. സത്യം, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചോദിച്ചത്. ശൈത്യ പറയുന്നത് 2 ദിവസമായിട്ടാണ് ആ ഫിനാലയുടെ അത് ഷൂട്ട് ചെയ്തിരുന്നത്. അത് ശരിയായിരിക്കാം, ഡാൻസ് സ്കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഡാൻസ് സ്കിറ്റൊക്കെ 1 ദിവസം എടുക്കും, അതേപോലെ തന്നെ ലാലേട്ടൻ വരുന്ന ദിവസത്തെയുള്ള പരിപാടി 1 ദിവസം, അങ്ങനെ 2 ദിവസമായിട്ടാണ് ഈ ഫിനാലയുടെ ഷൂട്ട് നടക്കുന്നത്. അത് നമ്മൾ ആ ടൈമിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ ഷൂട്ട് നടക്കുന്നത്, ഇന്ന് ഇങ്ങനെയാണെന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. റിവ്യൂ ചെയ്യുന്ന എല്ലാ ചാനലും പറഞ്ഞൊരു കാര്യമാണ്, അതെല്ലാ ജനങ്ങൾക്കും അറിയാം. 2 ദിവസമായിട്ടാണ് ഗ്രാൻഡ് ഫിനാലെ ഷൂട്ട് നടക്കുന്നത്. ഇതിൽ 2ാമത്തെ ദിവസം നിങ്ങൾ ഇട്ട ഡ്രസ്സും 1ാമത്തെ ദിവസം ഇട്ട ഡ്രസ്സും നമുക്കറിയാം.
അപ്പോൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഏത് പൊസിഷനിൽ ആരുടെയൊക്കെ കൂടെയാണ്, ഏത് ആക്ഷനിലാണ്, ഏത് ഹെയർ സ്റ്റൈലാണ് എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതേ ഹെയർ സ്റ്റൈലിൽ തന്നെയാണോ നിങ്ങൾ നെക്സ്റ്റ് ഡേ വരുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇപ്പം ഇതിനകത്ത് ശൈത്യ പറയുന്നത് സ്കിറ്റിലുണ്ടായിരുന്ന സമയത്തുള്ള മുഖഭാവമാണ് അനുവിന് കപ്പ് കിട്ടിയപ്പോൾ കട്ട് ചെയ്ത് ബിഗ് ബോസ് ഇട്ടേന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏകദേശം ബിഗ് ബോസ് ടീമിന് നമ്മൾ ലൈവായിട്ടാണല്ലോ ഷോ കാണുന്നത്. അതായത് അവിടെ നടക്കുന്നതിനും ഒരു 1.5-2 മണിക്കൂർ മുമ്പ് 1.5 മണിക്കൂറിനുള്ളിലായിരിക്കും നമ്മൾ കാണുന്നത്. അവരവിടെ നടക്കുന്നു, അവർ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റിംഗ് ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ പഴയ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് കയറ്റാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. ശൈത്യനെ ഇങ്ങനെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശൈത്യനെ ഇങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി അവർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി റെഡിയാക്കാനായിട്ടൊന്നും അവർക്ക് സമയമില്ല. ശൈത്യനെ അത്ര വലിയ വാല്യൂ അവർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വഭാവമാണ് കണ്ടത്. അനുമോൾക്ക് കപ്പ് കിട്ടുന്ന കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ ഇരുന്ന ആ മുഖഭാവം താങ്കളുടെ സ്വഭാവമാണ്, മനസ്സിൽ നിന്ന് ഉള്ളിൻ്റെ നിന്ന് വന്നാണ്. ശൈത്യ വിചാരിച്ചു ഇത്രയും പേരുണ്ടല്ലോ അപ്പം എന്നെ ഫോക്കസ് ചെയ്യില്ല എന്ന് കരുതി. പക്ഷേ കറക്റ്റായിട്ട് ക്യാമറ ഫോക്കസ് ചെയ്തു. അത് സ്ക്രിപ്റ്റ് ആയിരിക്കാം. കാരണം അവർക്കറിയാം കണ്ടന്റ് കണ്ട കുശുമ്പ് വരുന്നുണ്ട്, അസൂയ വരുന്നുണ്ട്, അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോൾ ശൈത്യയുടെ മുഖഭാവം ഇതാണ് എന്നുള്ളൊരു അതവർക്ക് തോന്നി. അത് നല്ല രീതിയിൽ റീച്ച് കിട്ടും തോന്നിയപ്പോൾ അത് അനുമോൾ കപ്പ് പോക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസിങ് ശൈത്യയുടെ മുഖം, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മുഖം അവർ ഫോക്കസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെയാണ് ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത്. അത് സ്ക്രിപ്റ്റ് അല്ല കേട്ടോ. സ്ക്രിപ്റ്റ് എന്തെന്ന് അറിയില്ല ഇവർക്ക്. ഈ കമൻറ്റ് ഉണ്ട് കേട്ടോ, എല്ലാം നെഗറ്റീവാണ്. ഞാനൊന്നും വായിക്കുന്നില്ല, എല്ലാം നെഗറ്റീവ് കമൻറ്റുകളാണ്. ഇതിൻ്റെ ഇടയിൽ ലാലേട്ടനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, എങ്ങനെയുണ്ട് ബിഗ് ബോസിന് ഇറങ്ങിയിട്ട്. എനിക്ക് ഒരുപാട് സിനിമ ഓഫറുകളൊക്കെ വന്നു എന്ന്, അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയില്ലല്ലോ. ഷൂട്ട് ഇപ്പോൾ 7-8 മാസം കഴിഞ്ഞു. ചുമ്മാ ലാലേട്ടനോട് കള്ളം പറഞ്ഞാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്നൊക്കെ. എന്തെങ്കിലും അവിടെ വരുമല്ലോ. സിനിമ എന്തായാലും ഒരു 5 വർഷത്തിനുള്ളിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്കറിയാം സിനിമയിൽ കിട്ടിയെന്ന് കള്ളം പറഞ്ഞതാണോ സത്യമാണോ എന്നുള്ളത്. എന്തായാലും അവസരങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അഭിനയിക്കാനൊക്കെ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ കണ്ടാണല്ലോ അഭിനയം. കുറേയൊന്നും നമുക്കധികം കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ബിംബം പോലെ നിൽക്കുമായിരുന്നില്ലേ, ഷാഡോ ആയിട്ട് നിൽക്കുമായിരുന്നില്ല. ആകെ പൊട്ടിത്തെറിക്കണം, എന്തൊക്കെയോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് പൊട്ടിത്തെറിക്കണം, അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ അവസാനം റീ എൻട്രിക്ക് വന്നപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം കണ്ടത്. അപ്പം നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. പോട്ടെ, 8 ഏതായാലും തുടങ്ങാറായിട്ടുണ്ട്. തുടങ്ങാറായെന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് വെക്കേഷൻ ടൈമിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെയാണ് പറയുന്നുണ്ടായിരുന്നത്, വെക്കേഷൻ ടൈമിൽ തുടങ്ങുന്നത്. കാരണം കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ളൊരു ടൈം അതാണ്. ഷോ ഏറ്റവും കൂടുതൽ ഷോയ്ക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടാനായിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ തുടങ്ങണമായിരുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈമിൽ തുടങ്ങുന്നതായിരുന്നു നല്ലത്. പക്ഷെ എന്തോ ബിഗ് ബോസ് ഇപ്പോൾ പഴയ ടൈമിൽ തന്നെ വെച്ചിരിക്കുക. പഴയ ടൈം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ 7 എപ്പോഴാണോ ഉണ്ടായിരുന്നത് ആ ടൈമിൽ തന്നെയാണ് അടുത്ത സീസൺ 8 വരാൻ പോകുന്നത്. ഓഗസ്റ്റിലാണ് വരാൻ പോകുന്നത്. കുറച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായ ഇപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. അത് തമിഴിൻ്റെ ആയിരുന്നു ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ തമിഴിൻ്റെ ഇത് സാറ്റർഡേ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രൈഡേ ചെയ്യേണ്ടതായിട്ട് വരും. ഷൂട്ട് ചെയ്യേണ്ടത് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഫ്രൈഡേ ചെയ്യേണ്ടത് വരും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ലൈവ് ഉണ്ടാവില്ല. മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ മാത്രമേ ലൈവ് ഉണ്ടാവാതിരിക്കുള്ളൂ, സാറ്റർഡേ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ സാറ്റർഡേ സൺഡേയും ലൈവ് ഉണ്ടാവാത്ത 2 ദിവസം ലൈവ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ജിയോയിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ജിയോയിലാണല്ലോ ലൈവ് വരുന്നത്, ജിയോ ഹോട്ട്സ്റ്റാറിലാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് പോകുമ്പോൾ വലിയൊരു നഷ്ടമാണ് 2 ദിവസം ലൈവ് ഇല്ലാണ്ടാകുക എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ അടുത്ത ഇത് വരാം. അതിനെല്ലാം തന്നെ നമുക്ക് ലാലേട്ടൻ വരുന്ന ദിവസം എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നമുക്ക് വേണം. നമുക്ക് വീട് സ്വന്തമായിട്ട് കിട്ടി. ആദ്യം നമുക്ക് വീടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസിന് പ്രത്യേകമായിട്ട് ഒരു വീടൊക്കെ ഉണ്ട്. അങ്ങനെ മൂലക്കലാണ് കേട്ടോ OVM-ൽ മൂലക്കലായിട്ട് ഒരു ബിഗ് ബോസിൻ്റെ ഒരു വീടുണ്ട് നമുക്ക് മലയാളികൾക്ക്. അതേപോലെ തന്നെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ലാലേട്ടൻ വരുന്ന ദിവസത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഷോ വരും. ഏകദേശം ഒരു ഓഗസ്റ്റിൽ ഒക്കെ തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരുടെ പേരുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര പേരുണ്ടാകും, അത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം ബിഗ് ബോസും പിന്നെ ലാലേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആരൊക്കെ വരും എന്നുള്ളത് നേരത്തെ പറയരുത് എന്നുള്ളത്. അതായത് കഴിഞ്ഞ വർഷം മുതൽ പറയുന്നുണ്ട്, പല ചാനലിലും യൂട്യൂബ് ചാനലിലൊക്കെ നേരത്തെ അപ്ഡേഷൻ കൊടുത്തപ്പോൾ അവരുടെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ലാലേട്ടനാണെങ്കിൽ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറയരുത്, ഷോയുടെ റിവ്യൂ നിങ്ങൾ ചെയ്തോളൂ, വളരെ നല്ല കാര്യം, ഷോയ്ക്ക് ബൂസ്റ്റപ്പ് ആണ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഇന്ന് പറയരുത് എന്ന് ഓൾറെഡി ലാലേട്ടനാണെങ്കിലും ബാക്കിയുള്ള ഷോയുടെ ക്രൂ ആണെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ പ്രെഡിക്ഷൻ നമുക്ക് പറയാമല്ലോ, ഇന്നാളുണ്ടാകും ഇന്നാളുണ്ടാകും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാനും ഒരു ടൈമുണ്ട് അല്ലേ.
ഷോ തുടങ്ങട്ടെ. ഷോ തുടങ്ങണതിന് ഒരു രണ്ടാഴ്ച മുമ്പായിട്ട് നമുക്ക് പ്രഡിക്ഷനായിട്ട് വരാം. ഇപ്പോഴേ ഞാൻ എനിക്ക് കുറച്ച് പേരുടെ ലിസ്റ്റ് കിട്ടി ഗൈസ്. അപ്പോൾ അവരൊക്കെ ഉണ്ടാകുമെന്ന് ഞാനിപ്പോൾ പറയണത് ശരിയല്ല. ഞാൻ പ്രഡിക്ഷനായിട്ട് ആ ടൈമിൽ പറയാം. എന്തായാലും ഞാൻ അറിഞ്ഞെടുത്തോളം ഇവരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. നമുക്ക് നോക്കാം. അതല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ നടക്കണമല്ലോ. അപ്പോൾ അത്ര നടക്കാൻ പാകത്തിനുള്ള ആൾക്കാരെ തന്നെയായിരിക്കും ബിഗ് ബോസ് കൊണ്ടുവരിക. പിന്നെ ഒരുപാട് മുഖങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മുഖങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ അവരെ ആരും നിസ്സാരമാക്കി കാണണ്ട. കിഡിലും പെർഫോമൻസ് തന്നെയായിരിക്കും അവരുടെയൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. നന്നായി കളിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ നിങ്ങൾ അവരുടെ PR ആണ് ഞാനെന്നോ അല്ലെങ്കിൽ ഇവരുടെ PR ആണെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എത്ര പേരുടെ PR വേണമെങ്കിലും ആണെന്ന് പറഞ്ഞോളൂ. നന്നായി കളിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേക്ക് എന്തൊക്കെയാണ്, നിങ്ങളവിടെ കാട്ടിക്കൂട്ടുന്ന ഫേക്ക് കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് കീറി മുറിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായി കളിക്കുക. അടിപൊളി ഗെയിമേഴ്സാണ്. നിങ്ങളെയൊക്കെ ആരും അറിയില്ല എന്ന് കരുതിക്കൊണ്ട് അവിടെ പോയിട്ട് ഫേക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എല്ലാവരും ജനങ്ങൾ അറിയും. അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ബിഗ് ബോസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. അപ്പോൾ ഈ ഷോയിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ ഇറങ്ങി പറഞ്ഞുതരാം. അതിലേക്ക് പോകാൻ നിൽക്കുന്നവർ ഇതേപോലെ അനുമോളാവണം, ശൈത്യ ആവണം, അനീഷ ആവണം, ഷാനവാസ് ആവണം എന്നൊന്നും പറഞ്ഞു പോകണ്ട. നിങ്ങളായിട്ട് പോയി കളിക്കുക. ജെനുവിനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറില്ല, അങ്ങനെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ഫേക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നതും നിങ്ങൾ വെളിയിൽ ചീഞ്ഞ് നാറുന്നതും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. നല്ല രീതിയിൽ കളിക്കുക. നല്ല രീതിയിൽ കളിച്ച് ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ക്രീനിൽ നിങ്ങളുടെ എന്തെങ്കിലും ഷോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു പാർട്ടാണെങ്കിലും നിങ്ങൾ ജെനുവിനാണെങ്കിൽ ഞാനത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും. നിങ്ങളെ പക്ക അടിപൊളിയായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ മാത്രമല്ല, ഇതുപോലെ ജെനുവിനായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കിട്ടിലോട്ട് കളിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് അടുത്ത സീസണിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്നവരോട് പറയാനുള്ളത്. ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോകാം കേട്ടോ. ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൽ നിന്നും അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് പറ്റിയ സ്റ്റോൺ എന്താണ്, അവർക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ വിപിത എന്ന് ചോദിച്ചു. ആദ്യം തന്നെ പറയാലോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. നിർത്തണം അല്ലെങ്കിൽ ഈ അഡിക്ഷനിൽ നിന്ന് മാറണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ ആ തീരുമാനം സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് ചില സ്റ്റോൺസിനെ സഹായിക്കും. ചില സ്റ്റോൺസിന് അതിനുള്ള പവർ ഉണ്ട്. അത്തരം ഒരു സ്റ്റോൺസ് ആണ് കേട്ടോ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്തത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ ആൽക്കഹോളിക് അഡിക്റ്റോ അല്ലെങ്കിൽ സ്മോക്കിംഗ് അഡിക്റ്റോ അല്ലെങ്കിൽ മൊബൈൽ അഡിക്റ്റോ TV അഡിക്റ്റോ അഡിക്റ്റ് ആയിട്ടുള്ളവർ, അഡിക്ഷനൊക്കെ ഒരു പരിധി വരെ ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ഈ സ്റ്റോണിൻ്റെ പേര് അമത്തിസ്റ്റ് എന്നാണ്. ഈ സ്റ്റോൺ ഹെൽപ്പ് ചെയ്യും. ഈ സ്റ്റോൺ നിങ്ങൾ എനർജൈസ് ചെയ്തിട്ട് പിന്നെ റേക്കി എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് നമുക്ക് സ്മോക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കരുത്, നമ്മൾ ഇതിനുള്ള അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ സ്റ്റോൺസിന് അതിനുള്ള ഒരു പവർ ഉണ്ട്. പിന്നെ നമ്മളിത് എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലുള്ള ഒരു എനർജൈസിങ് അല്ല കേട്ടോ. എനർജൈസ് ചെയ്യും, നമ്മൾ തലേ ദിവസം എനർജൈസ് ചെയ്യും. അത് കഴിഞ്ഞ് വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മളിത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ പേരും ആവശ്യം പറഞ്ഞ് എനർജൈസ് ചെയ്യും, റേക്ക് എനർജൈസ് ചെയ്യും. അതിൻ്റെ പവർ നമ്മൾ നോർമൽ എനർജൈസിങ്ങിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ നോർമലി ഈ ഒരു സ്റ്റോൺ വാങ്ങിച്ചിടുന്നതിലും എത്രയോ ഗുണമാണെന്ന്, അല്ലെങ്കിൽ എത്ര പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം റേക്ക് എനർജൈസ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയെന്നറിയോ. അപ്പോൾ ഇത് വേണ്ടവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ പേജിൽ ഒന്ന് DM ചെയ്താലും മതി. നമ്മൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റോൺസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റോൺസ് നമ്മൾ സജസ്റ്റ് ചെയ്യാം. ഇതിൽ ആൽക്കഹോളിക് അഡിക്റ്റ് അല്ലെങ്കിൽ ഉറക്കക്കുറവ്, സ്ട്രെസ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റോണാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലരൊക്കെ പറയുന്നത് ധൈര്യക്കുറവൊക്കെ പറയുന്നുണ്ട്. ധൈര്യക്കുറവുണ്ട്, നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ തുറന്നു പറയാൻ പേടിയോ അല്ലെങ്കിൽ ധൈര്യക്കുറവോ അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ ഒരു സ്റ്റോണാണ്. ഇത് ടൈഗർ ഐ എന്ന് പറയുന്നത്. യെല്ലോ ടൈഗർ ഐ ആണത്.
ഇതേപോലെ തന്നെ മൾട്ടി ടൈഗർ ഐയും ആയിട്ടുള്ള സ്റ്റോണും ഉള്ള ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഭംഗിയാണ്. ഇത് നോർമൽ ടൈഗർ ഐ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മൾട്ടി ടൈഗർ ആയുള്ള സ്റ്റോണും ഉണ്ട്. കുറേ പേര് എന്നോട് ചോദിച്ചു ബ്രേസ്ലെറ്റുകൾ മാത്രമുള്ളൂ. ഇല്ല, നമുക്ക് റിങ്ങുകളുണ്ട്. അത് ഈ റിങ് ഉണ്ടോ? റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ കൈ കിടക്കുന്ന ഈ സ്മോക്കി കോട്ട്സിൻ്റെ റിങ് ഉണ്ടല്ലോ, ഇത് സ്മോക്കി കോട്ട്സിൻ്റെ റിങ്ങാണ്. ഇത് ഞാനും നെഗറ്റീവ് എനർജി എന്നെ ഏൽക്കാതിരിക്കാനും പ്രൊട്ടക്ഷനും ഈവിളയ്ക്കും അതുപോലെ കോൺഫിഡൻസിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ധരിച്ചിരിക്കുന്നത്. ഇത് എനർജൈസ് ചെയ്തിട്ടാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. റേക്ക് എനർജൈസ്, എൻ്റെ പേര് പറഞ്ഞിട്ട് റേക്ക് എനർജൈസ് ചെയ്തിട്ട് എൻ്റെ ചാനലിൻ്റെ പേരും പിന്നെ എൻ്റെ ജോബും എൻ്റെ ബിസിനസ് എല്ലാം കൂടി പറഞ്ഞിട്ട് എനർജൈസ് ചെയ്തിട്ടാണ് ഞാനത് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്, നിങ്ങളുടെ ഓഫീസ്, നിങ്ങൾ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ എനർജൈസ് ചെയ്ത് തരും. ഇത് ഒരുപാട് പേരോട് ചോദിച്ചു. ഇതിൻ്റെ തന്നെ പല ഇതുണ്ട്. അമത്തീസ്റ്റ് ഉണ്ട്, റോസ് കോട്ട്സ് ഉണ്ട്, ഗ്രീൻ അവഞ്ചർ ഉണ്ട്, ലാപ്പീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ബ്ലാക്കാണ് വേണ്ടത്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് എന്നോട് ബ്ലാക്ക് ചോദിച്ചു. എന്തായാലും നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഒരു 10 ഓർഡർ എനിക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. 10 പേർക്ക് കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് കണ്ടോ, ഈ ബ്ലാക്ക് റിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നോടൊന്ന് പറയാം കേട്ടോ. നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 10 ഓർഡർ എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ പറയാം. നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾക്ക് എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പേരിൽ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മൾ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എനർജൈസ് ചെയ്ത് തരാം. ഇത് സ്മോക്കി കോട്ട്സ് ആണ്. അപ്പോൾ ഇതാർക്കൊക്കെയാണ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ അവരൊന്ന് പറഞ്ഞാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് എന്നോട് റിങ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. മാലയൊന്നും ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം കരിങ്ങാലിയുടെ ഒരു മാല കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ മാലയായിരുന്നു കരിങ്ങാലിയുടെ മാല. ഇത് നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് റേക്ക് എനർജൈസ് ചെയ്തിട്ട് നമ്മൾ തരും. ഇത് 108 ബീഡിൻ്റെയാണ്. 108 ബീഡിൻ്റെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സിൽവർ ക്യാപ്പിൻ്റെ ആണ് വേണമെന്നുണ്ടെങ്കിൽ സിൽവർ ക്യാപ്പിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് സിൽവർ ക്യാപ്പിൻ്റെ ആണ്. ഇത് 54 ബീഡാണ്. 54 ബീഡിൻ്റെയാണ്. സിൽവർ ക്യാപ്പിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ലോക്കറ്റ് ഉണ്ട്. അത് അടിപൊളി ലോക്കറ്റാണ് കേട്ടോ. അതാ കണ്ടോ, ഹനുമാനാണ്. ഇതുപോലെ പരമശിവൻ്റെ ഉണ്ട്, മുരുകൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഭഗവാന്റെ ആണോ അല്ലെങ്കിൽ രുദ്രാക്ഷം കെട്ടിയതാണോ വേണ്ടെന്നുണ്ടെങ്കിൽ രുദ്രാക്ഷം കെട്ടിയതുണ്ട്. ലോക്കറ്റ് കേട്ടോ. ഇതാ ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഹനുമാൻ്റെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹനുമാൻ്റെ നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇത് 54 ബീഡിൻ്റെ മാലയാണ് കേട്ടോ. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പാക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി. ഇത് ലോക്കറ്റ് ഇല്ല, നമുക്ക് വെറുതെ വേണമെന്നുണ്ടെങ്കിൽ ലോക്കറ്റ് ഇല്ലാത്തതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചിലവർ സിൽവറിൽ തന്നെ രുദ്രാക്ഷവും കരിങ്ങാലിയും കെട്ടിയത് ചോദിക്കുന്നുണ്ട്. അതാ രുദ്രാക്ഷം കരിങ്ങാലിയും കെട്ടിയത് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. ഇത് 54 ബീഡിൻ്റെയാണ്. 5 മുഖ രുദ്രാക്ഷമാണ്. നമുക്ക് സ്പിരിച്വലായിട്ടും അതേപോലെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, ദൃഷ്ടിദോഷങ്ങൾ, നമ്മൾ അങ്ങനെ അതൊന്നും നമ്മളെ ഏക്കാതിരിക്കാനായിട്ട് പലരുടെയും കഴുത്തിൽ നമ്മൾ കാണാം. പല സെലിബ്രിറ്റികളുടെയും കഴുത്തിൽ നമുക്കിത് കാണാം. അവരൊക്കെ അന്ധവിശ്വാസികളോ അല്ലെങ്കിൽ മണ്ടന്മാരായതുകൊണ്ടും അല്ല, ഇങ്ങനെയുള്ള മാലകളും ബ്രേസ്ലെറ്റുകളൊക്കെ അവർ ധരിക്കുന്നത് ഇതിൻ്റെ പവർ അത്രത്തോളം ഉള്ളതുകൊണ്ടാണ്. അവർ ചുമ്മാ എനർജൈസ് ചെയ്തിട്ട് മാത്രമല്ല അവരിത് ധരിക്കുന്നത്. ഇവരൊക്കെ ഈ ഒരു ആഭരണങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരും ആവശ്യവും പറഞ്ഞ് റേക്കി എനർജൈസ്, റേക്കി അതുപോലെ അങ്ങനെയുള്ള എനർജൈസിങ് എല്ലാം നടത്തിയതിനു ശേഷമാണ് അവരിതൊക്കെ ധരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അവരുടെ ലൈഫിൽ അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ട. ഒരു മാലയായിട്ടാണെങ്കിൽ മാല, അതുമല്ല ബ്രേസ്ലെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ മറ്റൊരു ബ്രേസ്ലെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് കണ്ടോ, സിൽവർ ബ്രേസ്ലെറ്റാണ്. സിൽവറിൻ്റെ ബ്രേസ്ലെറ്റ്, കരിങ്ങാലി സിൽവർ ക്യാപ്പ്. അപ്പോൾ ഇത് വേണ്ടവരും ഓർഡർ ചെയ്തോളൂ. ഇതും നമ്മുടെ കയ്യിലുണ്ട്. രുദ്രാക്ഷവും കരിങ്ങാലിയുടെയും ബ്രേസ്ലെറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതാ ചിലവർ ചോദിക്കുന്നത് രുദ്രാക്ഷവും കരിങ്ങാലിയും കെട്ടിയത്. അത്യാവശ്യം നല്ല അകത്ത് ഭയങ്കര ചൂടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഇതും ഓർഡർ ചെയ്യാം. ഇതൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരോട് ഇതാ നിങ്ങൾ ഈ കാണുന്ന നമ്പറില്ലേ, ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് സ്റ്റോണാണോ വേണ്ടത്, ഏത് മാലയാണോ, മോതിരമാണോ, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആണോ, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം.
അപ്പോൾ വേണ്ടവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അയച്ചു തരാം. നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആയിട്ടുള്ളത് അത് നമുക്ക് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും